കേരളത്തിൽ ആവശ്യമുള്ള റെയിൽവേ ട്രാക്കുകളെ പറ്റി സംസാരിച്ചാലോ സിൽവർ ലൈനെ പറ്റി സംസാരിച്ചാലോ വളരെ വിജ്ഞാന കുതികളായിട്ടുള്ള പരിഷത്ത് പ്രവർത്തകരും അതുപോലെ മറ്റ് ചില വിപ്ലവ സൂര്യന്മാരൊക്കെ പറയുന്ന കാര്യം, നിങ്ങൾക്ക് എന്തുകൊണ്ട് ജപ്പാനീസ് ആക്രി ഒഴിവാക്കിയിട്ട് ഹൈപ്പർ ലൂപ്പിൽ പിടിച്ചുകൂടാ, അല്ലെങ്കിൽ മാഗ്നറ്റിക് ലെവിറ്റേഷൻ ട്രെയിനുകൾ ഉണ്ടാക്കിക്കൂടാ, ഈ പറയുന്ന ഓൾഡ് ടെക്നോളജിയൊക്കെ സ്ക്രാപ്പായിട്ട് അവരിങ്ങോട്ട് നമുക്ക് തരുമ്പോൾ നമ്മളത് മേടിക്കേണ്ടതുണ്ടോ? ജപ്പാനിൽ തന്നെ ഇപ്പോൾ ഒസാക്കയിൽ 43 കിലോമീറ്ററോളമുള്ള മാഗ്നറ്റിക് ലെവിറ്റേഷൻ ട്രെയിനുകൾ ഉപയോഗിക്കുന്നുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾക്ക് ആ ടെക്നോളജി ചൂസ് ചെയ്തുകൂടാ എന്നൊക്കെ ചോദിക്കാറുണ്ട്. വളരെ റെലവൻ്റ് ആയിട്ടുള്ള ചോദ്യമാണെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നും. ഒരു റെയിൽവേ ആയിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അധികം അന്വേഷിക്കാത്ത ഒരാൾക്ക് അത് ശരിയാണല്ലോ, പുതിയൊരു മോഡൽ ഫോൺ വിപണിയിലുണ്ടെങ്കിൽ നമ്മൾ ആ ഫോണാണല്ലോ മേടിക്കുക, പഴയ 1964 ടെക്നോളജി മേടിക്കാൻ ആരും റെഡി ആവില്ലല്ലോ എന്ന് നമുക്ക് തോന്നും. ആ തോന്നൽ ശരിയല്ലാന്നും, അത് മാഗ്നറ്റിക് ലെവിറ്റേഷൻ ട്രെയിനുകൾ എന്താണ്, ഹൈപ്പർ ലൂപ്പ് എന്താണ്, ഹൈ സ്പീഡ് റെയിൽവേ ട്രാക്കുകളും ട്രെയിനുകളും ലോകത്ത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന കാര്യത്തിൽ വലിയ കഴമ്പൊന്നുമില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ നിർഭാഗ്യകരെന്ന് പറയട്ടെ, കേരളത്തിലെ വളരെ വലിയ പ്രഗത്ഭന്മാരായിട്ടുള്ള ഒരുപക്ഷെ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പളായിട്ടൊക്കെ റിട്ടയർ ചെയ്തിട്ടുള്ള ആൾക്കാർ വരെ ഹൈപ്പർ ലൂപ്പിനെ പറ്റിയും മാഗ്നറ്റിക് ലെവിറ്റേഷൻ ട്രെയിനുകളെ പറ്റിയൊക്കെ കേരളത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൽ യോജിച്ച ട്രെയിൻ ട്രാൻസ്പോർട്ടേഷൻ മാധ്യമമായിട്ട് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്താണ് ഹൈ സ്പീഡ് ട്രെയിൻ എന്നും എങ്ങനെയാണ് ഇത് മറ്റ് ടെക്നോളജികൾ ഡെവലപ്പ് ചെയ്ത് വന്നതെന്നും പിന്നെ ജപ്പാനീസ് ടെക്നോളജി പഴയതാണോ എന്നൊക്കെ നമുക്കൊന്ന് അന്വേഷിക്കാം. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ട്രെയിനുകൾ പൊതുവെ വീലുകൾക്ക് മുകളിലൂടെ ഓടുന്ന ഒരു സാധനമാണ്. എല്ലാ ട്രാൻസ്പോർട്ടേഷൻ കാറുകളെയും പോലെ അല്ലെ ബസ്സുകളെ പോലെ വീൽ സെറ്റുകൾക്ക് മുകളിൽ സീറ്റിംഗ് അറേഞ്ച്മെൻ്റുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ മാധ്യമമാണ് ട്രെയിൻ. സ്വാഭാവികമായിട്ടും ഇതിന് ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും. നമ്മൾ ട്രെയിൻ മൂവ് ചെയ്യുമ്പം അതിനെ ഓപ്പോസ് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ്, കർഷണ ബലം ഉണ്ടാവും. റോഡ് വെഹിക്കിൾസിലും അതുണ്ടാവും. റോഡ് വെഹിക്കിൾസിൻ്റെ ഫ്രിക്ഷണൽ ഫോഴ്സിനേക്കാളും 1/5 മാത്രമേ ട്രെയിൻ വെഹിക്കിൾസിനുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് 100 കിലോഗ്രാം ഭാരം റോഡിൽ കൂടെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനേക്കാൾ 1/5 എനർജി മതി നമുക്കത് ട്രെയിൻ വഴി ട്രാൻസ്പോർട്ട് ചെയ്യാം. ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ട്രെയിനിൻ്റെ ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് വളരെയധികം കൂടുതലായിരിക്കും എന്നുള്ളതാണ്. നേരെ മറിച്ച് റോഡിൽ നമ്മൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കൈനറ്റിക് എനർജി ഹീറ്റ് എനർജി ആക്കി മാറ്റാൻ വളരെ കുറച്ച് സമയം മതി, ഫ്രിക്ഷൻ വളരെ കൂടുതലായത് കാരണം. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യാൻ കഴിയും. നേരെ മറിച്ച് ട്രെയിൻ ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് കുറവായത് കാരണം ഈ കൈനറ്റിക് എനർജി മുഴുവനും ഹീറ്റ് എനർജി ആക്കി ഡിസിപ്പേറ്റ് ചെയ്ത് എനർജി ബാലൻസ് ചെയ്ത് 0 ആയി വണ്ടി നിൽക്കണമെങ്കിൽ ഒരുപാട് സമയം വേണ്ടി വരും. ഏതാണ്ട് 300 km/h പോകുന്ന ഒരു ഹൈ സ്പീഡ് ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഏതാണ്ട് 3000 മീറ്ററോളം സഞ്ചരിച്ചിരിക്കും നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം. സോ ഇവിടെയാണ് റെയിൽവേ ട്രാൻസ്പോർട്ടേഷൻ മറ്റ് ട്രാൻസ്പോർട്ടേഷൻ മാധ്യമങ്ങളിൽ നിന്ന് കോംപ്ലിക്കേറ്റഡ് ആവുന്നത്. അതിൻ്റെ ഡിസൈൻ, അതിൻ്റെ സിഗ്നലിങ്, അതിൻ്റെ കൺട്രോളിങ്, പ്രൊപ്പൽഷൻ, ബ്രേക്കിംഗ് എല്ലാം വളരെ കോംപ്ലിക്കേറ്റഡ് ആവുന്നത് ഇവിടം തൊട്ടാണ്. ഈ ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് വളരെ കൂടുതലായതുകൊണ്ടാണ്. അതവിടെ നിൽക്കട്ടെ. ഒരു ട്രെയിൻ സഞ്ചരിക്കുമ്പം 2 തരത്തിലുള്ള റെസിസ്റ്റൻസ് ആണ് നമ്മൾ അനുഭവിക്കേണ്ടി വരിക. ഒന്ന്, റെയിലുകളും വീലുകളും തമ്മിലുള്ള ഘർഷണ ബലമാണ്, ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. രണ്ടാമത്തത് വിൻഡ് റെസിസ്റ്റൻസ് ആണ്. പിന്നെ 3-4 കാര്യങ്ങളുണ്ട്. കർവിൽ പോകുന്ന സമയത്ത് കർവിൻ്റെ റെസിസ്റ്റൻസ് ഉണ്ടാവും. അങ്ങനെ പല രീതിയിലുള്ള ലാറ്ററൽ ഓസിലേഷൻ വഴി റെസിസ്റ്റൻസ് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് റെസിസ്റ്റൻസുകളുണ്ട്. നമ്മൾ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് പറയുന്ന റെസിസ്റ്റൻസുകൾ വിൻഡ് റെസിസ്റ്റൻസ് ആൻഡ് ഈ പറയുന്ന ഘർഷണ ബലമാണ്, ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. അപ്പോൾ ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്ന ഇക്വേഷനാണ് റെയിൽവേ മാത്രമല്ല കാറുകളാണെങ്കിലും ബസ്സുകളാണെങ്കിലും വേറെ ഏത് ട്രാൻസ്പോർട്ടേഷൻ മാധ്യമമാണെങ്കിലും മൂവ് ചെയ്യുന്ന എല്ലാ ഒബ്ജക്റ്റിനും അനുഭവിക്കേണ്ടി വരുന്ന റെസിസ്റ്റൻസ് നമ്മളിങ്ങനെയാണ് ഒരു നോൺ ലീനിയർ ഇക്വേഷനായിട്ടാണ് പറയാറുള്ളത്. അതായത് ടോട്ടൽ റെസിസ്റ്റൻസ് എന്നുള്ളത് A+BV+CV² DV³ ഇങ്ങനെയുള്ള കമ്പോണൻസ്, വെലോസിറ്റിയുള്ള പല സ്പീഡിൻ്റെ പല കമ്പോണൻറ്റുകളായിട്ട് മാറ്റി വെച്ചിട്ടാണുള്ളത്. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു ടോട്ടൽ റെസിസ്റ്റൻസ് കിട്ടുക. ഇപ്പോൾ ഒരു വാഹനം മുന്നോട്ട് പോവുകയാണ്, അതിൽ കാറ്റടിക്കുന്നുണ്ടാവും, അതിന് ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും, അതൊരു കർവിലാണെങ്കിൽ കർവിൻ്റെ റെസിസ്റ്റൻസ് ഉണ്ടാവും. ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ടോട്ടൽ റെസിസ്റ്റൻസ് നമുക്ക് കിട്ടുക. അപ്പോൾ ഒരു ട്രെയിനിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മേജറായിട്ട് അനുഭവിക്കുന്ന 2 റെസിസ്റ്റൻസ് ആണ് നമ്മളീ പറഞ്ഞ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസും അത് കൂടാതെ വിൻഡ് റെസിസ്റ്റൻസും. അതിൽ തന്നെ വളരെ ചെറിയ സ്പീഡുകളിൽ നമ്മൾ വിൻഡ് റെസിസ്റ്റൻസ് കണക്ക് കൂട്ടാറില്ല. വിൻഡ് അവർക്ക് പ്രശ്നമല്ല, കാരണം അത് വിൻഡ് റെസിസ്റ്റൻസിൻ്റെ കോഎഫിഷ്യൻറ്റ് വളരെ ചെറുതായിരിക്കും, വളരെ ചെറിയൊരു ഫാക്ടർ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ വെലോസിറ്റിക്ക് സ്ക്വയർ ആയിട്ടാണ് അത് വർദ്ധിക്കുന്നത്. നമുക്ക് ഈ ഇക്വേഷനിൽ കാണാൻ പറ്റും. വെലോസിറ്റി കൂടുന്നതനുസരിച്ച് വിൻഡ് റെസിസ്റ്റൻസ് റാപ്പിഡായിട്ട് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ നമുക്കൊരു ഹൈ സ്പീഡ് ട്രെയിനിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ 2 ഇരട്ടി സ്പീഡിൽ പോകണമെങ്കിൽ നമുക്ക് 4 ഇരട്ടി എയർ റെസിസ്റ്റൻസ് ഓവർകം ചെയ്യേണ്ടി വരും. അതുപോലെ അതിന് വേണ്ടിയിട്ട് 4 ഇരട്ടി എയർ റെസിസ്റ്റൻസ് ഓവർകം ചെയ്യണമെങ്കിൽ നമ്മൾ ചിലപ്പോൾ 8 മടങ്ങ് എനർജി കൂടുതൽ കൊടുക്കേണ്ടി വരും. അങ്ങനെയാണ് ഇത് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറായിട്ട് എയർ റെസിസ്റ്റൻസ് വർദ്ധിക്കുന്നത് മനസ്സിലാക്കുക. അതുപോലെ തന്നെയാണ്
ഫ്രിക്ഷണൽ ഫോഴ്സും. നമ്മൾ സ്പീഡ് കൂടുന്നതനുസരിച്ച് തന്നെ റെയിൽ വീൽ കോണ്ടാക്റ്റിൽ ഉണ്ടാകുന്ന ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ അളവ് വളരെയധികം കൂടിക്കൊണ്ടിരിക്കും. വളരെ വലിയ ഹീറ്റ് ഉണ്ടാക്കും, മെറ്റീരിയൽ ഡാമേജഡ് ആവും, ചിലപ്പോൾ ഡീറെയിൽഡ് ആവും. ഓക്കെ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ വീൽ സെറ്റുകൾ ഉണ്ടാക്കും. നമ്മളെ എന്താണോ നമ്മളെ മുന്നോട്ട് മൂവ് ചെയ്യാൻ ആദ്യം സഹായിച്ച വീൽ സെറ്റുകൾ തന്നെ നമ്മളെ സ്പീഡ് കൂട്ടാൻ അനുവദിക്കാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കും. അങ്ങനെയുള്ള ഈ രണ്ട് കമ്പോണൻറ്റുകൾ തമ്മിൽ ഉള്ള കാൽക്കുലേഷൻ വഴി, ഈ രണ്ട് കമ്പോണൻറ്റുകളുടെ ഇടപെടൽ വഴി നമുക്ക് ഹൈ സ്പീഡ് ട്രെയിനുകൾക്ക് എത്തിച്ചേരാവുന്ന തിയററ്റിക്കൽ വാല്യൂസ് ഉണ്ട്. ഈ ഒരു ഹൈ സ്പീഡ് ട്രെയിനിന്, ഇത്ര ഭാരമുള്ള ട്രെയിനിന് ഇത്ര kmph മാത്രമേ, ഇത്ര വേഗതയിൽ മാത്രമേ സഞ്ചരിക്കാൻ പറ്റൂ എന്നുള്ള ഒരു അപ്പർ ലിമിറ്റിലേക്ക് എത്തിക്കഴിഞ്ഞിട്ട് കുറേ കാലമായി. അത് ഏതാണ്ട് 570-550 km/h ആണ്. അതിന് മുകളിലുള്ള ഹൈ സ്പീഡ് ട്രെയിൻ തിയററ്റിക്കലി ഡിസൈൻ ചെയ്യുക സാധ്യമല്ല വിത്ത് ദ ഹെൽപ്പ് ഓഫ് വീൽസ്. വീലുകൾക്ക് മുകളിലുള്ള ട്രെയിൻ ഏറ്റവും പരമാവധി അത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ആ സ്പീഡ് നമ്മൾ അറ്റൈൻ ചെയ്തിട്ടുണ്ട്. TGV ട്രെയിനുകൾ ഏതാണ്ട് 578 kmph 2007 തന്നെ ക്രോസ് ചെയ്തിട്ടുണ്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് വീൽസ്. അതിന് മുകളിൽ ഇനി പറ്റില്ല. ഈ പറയുന്ന ഫാക്ടേഴ്സൊക്കെ കൂടി അത് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മനുഷ്യനൊന്നും ഒരിക്കലും ഒരു സ്പീഡിലും സാറ്റിസ്ഫൈഡ് അല്ല എന്ന് നമുക്കറിയാലോ. സ്വാഭാവികമായിട്ടും ഹയർ സ്പീഡ് എങ്ങനെ ഒബ്റ്റെയിൻ ചെയ്യാം എന്ന കണക്കൂട്ടലിലേക്കും ചിന്തകളിലേക്കും ക്രിയേറ്റിവിറ്റിയിലേക്കും ഇമാജിനേഷനിലൊക്കെ ആൾക്കാർ പോകും. ബൈ ദ വേ, ഈ 578 km/h ടെസ്റ്റ് ചെയ്തെങ്കിലും ലോകത്തുള്ള ഹൈ സ്പീഡ് ട്രെയിനുകൾ മുഴുവനും ഏതാണ്ട് 300-320 kmph മാത്രമാണ് യാത്ര ചെയ്യുന്നത്. കാരണം ഈ 578 km/h ഉള്ള ഹൈ സ്പീഡ് ട്രെയിനുകൾ ഡിസൈൻ ചെയ്ത് അത് ഓപ്പറേറ്റിംഗ് സ്പീഡ് അതിൽ തന്നെ ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ളത് പ്രാക്ടിക്കലി ഇമ്പോസിബിളാണ്. ഈ വളരെ വലിയ സ്പീഡുകൾ കമ്പനികൾ പൊതുവെ അവരുടെ ടെക്നോളജി ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടോ അവരുടെ സാങ്കേതികവിദ്യയുടെ ഫുൾ പ്രൂഫ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്പ്ലേ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് അവർ പൊതുവെ ചെയ്യാറ്. റെയിൽവേ ടെക്നോളജി മുഴുവനും വളരെ വലിയ കമ്പനികൾ പരസ്പരം കോമ്പറ്റ് ചെയ്യുന്ന ഒരു മേഖലയാണ്. ഇപ്പോൾ അൽസ്റ്റോം, സിമെൻസ്, അല്ലെങ്കിൽ ഹിറ്റാച്ചി, ഇങ്ങനെയുള്ള ഒരുപാട് കമ്പനികൾ ഇതിനു വേണ്ടിയിട്ട് കോമ്പറ്റീഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കങ്ങനെ ഈ 570 km/h ഉള്ള ട്രെയിൻ സെറ്റുകൾ പരീക്ഷിച്ചെങ്കിലും ലോകത്ത് മുഴുവനും അത് ഉപയോഗിക്കാനൊന്നും പറ്റിയിട്ടില്ല. അങ്ങനെ ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങൾ പലപ്പോഴും ഒത്തുവരാറില്ല. ഒരു ഉദാഹരണം പറഞ്ഞ, 2 സിറ്റികൾ തമ്മിലുള്ള ദൂരം, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് 50 km ആണെങ്കിൽ അവിടെ 300 kmph പോലും നമുക്ക് ട്രെയിനുകൾ ഓടിക്കാൻ പറ്റില്ല. കാരണം മാക്സിമം സ്പീഡിലേക്ക് എത്തിച്ചേരുമ്പോൾ തന്നെ ബ്രേക്കിംഗ് തുടങ്ങേണ്ടി വരും. ഞാൻ നേരത്തെ പറഞ്ഞു, ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് ഒക്കെ ഹൈ സ്പീഡ് ട്രെയിനുകൾക്ക് വളരെ കൂടുതലായിരിക്കും. സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു ആവറേജ് സ്പീഡ് 200 kmph ഒക്കെ അപ്പോൾ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ 500-600 kmph ട്രാക്ക് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഓവർ എസ്റ്റിമേഷനിലേക്കും അതുപോലെ എക്കണോമിക്കൽ വയബിലിറ്റി ഇല്ലായ്മയിലേക്കൊക്കെ നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കും. അതുകൊണ്ടാണ് ഈ സ്പീഡ് വളരെയധികം പ്രൂവ് ചെയ്തെങ്കിലും ടെക്നോളജി വളരെയധികം അത്തരത്തിലുള്ള സ്പീഡ് പോസിബിൾ ആണെന്ന് പറഞ്ഞെങ്കിലും നമ്മളത് ഉപയോഗിക്കാത്തത്. പക്ഷേ കമ്പനികൾക്ക് അതൊരു ഡെമോൺസ്ട്രേഷന് വേണ്ടി ആവശ്യമാണെന്നതാണ് ഈ ആംസ് റേസിന് കാരണമെന്ന് വേണമെങ്കിൽ പറയാം. അതവിടെ നിൽക്കട്ടെ. നമ്മൾ പറഞ്ഞു വന്ന കാര്യം ട്രെയിനുകൾക്ക് എങ്ങനെയാണ് സ്പീഡ് വർദ്ധിപ്പിക്കാൻ കഴിയുക എന്നുള്ളതാണ്. അപ്പോൾ സ്പീഡ് ലിമിറ്റ് ചെയ്യുന്ന 2 കാര്യങ്ങൾ ഈ പറഞ്ഞ റെയിൽ വീൽ കോണ്ടാക്റ്റ് അതുപോലെ തന്നെ വിൻഡ് റെസിസ്റ്റൻസ് ആണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് സോൾവ് ചെയ്യാവുന്ന കാര്യം, വി ഹാവ് ടു റിമൂവ് ദ വീൽ കോണ്ടാക്റ്റ്. വീലുകൾ അങ്ങ് റിമൂവ് ചെയ്ത് കളയാം. അങ്ങനെയാണെങ്കിൽ വീൽ റെസിസ്റ്റൻസ് ഒഴിവാകുമല്ലോ എന്നുള്ള ഒരു വളരെ ബുദ്ധിപരമായ നീക്കമാണ് അവർ ആദ്യം ചെയ്തത്. അങ്ങനെ ചിന്തിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് മാഗ്നറ്റിക് ലെവിറ്റേഷൻ ട്രെയിനുകൾ വരുന്നത്. മാഗ്ലെവ് ട്രെയിനുകൾ എന്ന് പറയും. ചൈനയിലും അതുപോലെ തന്നെ ജപ്പാനിലൊക്കെ ഇപ്പോൾ പ്രോട്ടോടൈപ്പ് വർക്ക് ചെയ്യുന്ന ഒരു ട്രെയിനാണത്. മാഗ്നറ്റിക് ലെവിറ്റേഷൻ ട്രെയിനുകൾ പൊതുവെ ഉപയോഗിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഫ്ലോട്ട് ചെയ്യുക, അതായത് ട്രാക്കിൽ നിന്ന് ഫ്ലോട്ട് ചെയ്യപ്പെട്ട് മുകളിൽ ഒഴുകി നീങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണത്. അതിനകത്ത് ലീനിയർ ഇൻഡക്ഷൻ മോട്ടറുകൾ ഉപയോഗിച്ചിട്ടുണ്ടാവും പ്രൊപ്പൽഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ വീൽസ് ആവശ്യമില്ല. ഇത് ഏകദേശം 600-700 kmph നമുക്ക് ട്രെയിനുകൾ ഓടിക്കാൻ വേണ്ടി കഴിയുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ജപ്പാനിലെ തന്നെ ടോക്കിയോ ടു ഒസാക്ക ഏതാണ്ട് 43 കിലോമീറ്ററോളം ഈ ഒരു ട്രാക്ക് അവർ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു വർക്കല്ല. അതിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. നമുക്കറിയാം, നമ്മൾ ചെറുപ്പത്തിലൊക്കെ മാഗ്നറ്റുകൾ ഉപയോഗിച്ച് കളിച്ചിട്ടുണ്ടെങ്കിൽ, കാന്തം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, 2 മാഗ്നറ്റുകൾ പരസ്പരം ഒരേ പോളുകളാണെങ്കിൽ റിപ്പൽ ചെയ്യും, വ്യത്യസ്ത പോളുകളാണ് അടുപ്പിച്ച് കൊണ്ടുവരുന്നെങ്കിൽ അട്രാക്ട് ചെയ്യുകയും ചെയ്യും. അപ്പം ഈ റിപ്പൽസീവ് ഫോഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഈ ട്രെയിൻ, ഇത്ര വലിയ ഭാരമുള്ള ട്രെയിൻ നമ്മൾ ഫ്ലോട്ട് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വളരെ വലിയ റിപ്പൾസീവ് ഫോഴ്സ് വേണ്ടി വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വലിയ മാഗ്നറ്റിക് ഫ്ലക്സ് വേണ്ടി വരും. അതിനുവേണ്ടി വളരെ വലിയ ഇലക്ട്രോ മാഗ്നറ്റുകൾ വേണ്ടി വരും. സ്വാഭാവികമായിട്ടും ഈ മാഗ്നറ്റുകൾ ഉപയോഗിക്കുന്ന കോയിലുകൾ സാധാരണ കോയിലുകൾ സൂപ്പർ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽസ് ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സൂപ്പർ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് 0 ആയിട്ടുള്ള കോയിലുകളാണ്. അത്തരം കോയിലുകളിലൂടെയാണ് നമുക്ക് ഈ പറയുന്നത്ര വലിയ മാഗ്നറ്റിക് ഫ്ലക്സുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഈ കോയിലുകൾ ഉപയോഗിക്കണമെങ്കിൽ
ലിക്വിഡ് ഹീലിയം ഒക്കെ ഉപയോഗിച്ച് തണുപ്പിച്ച് ഏതാണ്ട് -270 തണുപ്പിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന മാഗ്നറ്റിക് ലെവിറ്റേഷന് വേണ്ടിയിട്ടുള്ള ഫ്ലക്സ് ഉണ്ടാക്കുന്നത്. സ്വാഭാവികമായിട്ടും വളരെ വലിയ മാഗ്നറ്റിക് ഫീൽഡ് ആയത് കാരണം വേറെ ഒരുപാട് പ്രിക്കോഷൻസ് ഇതിനകത്ത് എടുക്കേണ്ടി വരും. അതിലൊന്നാണ് ഇപ്പോൾ നമ്മളിത് സഞ്ചരിക്കുന്ന മാഗ്നറ്റിക് MRI മെഷീനാണെന്നൊക്കെയാണ് പറയുന്നത്. കാരണം വളരെ വലിയ മാഗ്നറ്റിക് ഫ്ലക്സുകൾ ഉണ്ടാവും. ഈ ഫ്ലക്സ് നമ്മൾ ഒരിക്കലും പാസഞ്ചേഴ്സിൻ്റെ ബോഡിയിലേക്കോ അങ്ങോട്ട് നമുക്ക് എത്തിക്കാൻ പറ്റില്ല. അവിടെ ഒരുപാട് അപകടങ്ങളുണ്ടാവും. നമുക്കറിയാം, ഒരു പേസ് മേക്കർ ധരിച്ചിട്ടുള്ള ഒരാൾ ഇത്തരം വലിയ ഫ്ലക്സുകൾ യാത്ര ചെയ്യുകയാണെങ്കിൽ അത് അയാളുടെ അവസാനത്തെ യാത്രയായിരിക്കും എന്നൊക്കെ പറയാലോ. അതുപോലത്തെ പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ട് മാഗ്നറ്റിക് ഷീൽഡിങ്ങൾ വേണ്ടി വരും. പാസഞ്ചർ കാറുകളിലൊക്കെ വളരെ വലിയ മാഗ്നറ്റിക് ഷീൽഡിങ്ങൾ കൊടുക്കണം. അത് വെയിറ്റ് കണ്ടമാനം വർദ്ധിപ്പിക്കും. പോരാതെ ട്രെയിനിൻ്റെ നോസ്, അതായത് അതിൻ്റെ ബൈ ഡിസൈൻ അതിൻ്റെ നോസ് നമ്മൾ ഈ പറഞ്ഞ വിൻഡ് റെസിസ്റ്റൻസ് കുറയ്ക്കണമെങ്കിൽ എയറോഡൈനാമിക്സ് മാത്രമേ ഇവിടെ ഹെൽപ്പ് ചെയ്യുള്ളൂ, വേറെ ഓപ്ഷനൊന്നുമില്ലല്ലോ. അപ്പോൾ വിൻഡ് റെസിസ്റ്റൻസ് കണ്ടമാനം കൂടുമ്പോൾ നോസ് ഡിസൈൻ അത്ര കോംപ്ലക്സ് ആവും. ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന ഒരു ജപ്പാനിലെ മാഗ്ലെവ് ട്രെയിനാണ്. അതിൻ്റെ നോസ് ഡിസൈൻ കണ്ടാൽ മനസ്സിലാവും, അത് വളരെയധികം കോംപ്ലക്സ് ഡിസൈനാണ്. അത്തരത്തിലുള്ള ഡിസൈനുകളൊക്കെ കൊണ്ടുവന്നിട്ടാണ് ഈ ഒരു സ്പീഡ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടെക്നോളജി നമ്മളെ ഇന്ത്യയിൽ, നമുക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 530 കിലോമീറ്ററിൽ മാഗ്ലെവ് ട്രെയിൻ ഓടിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ തിയററ്റിക്കലി ഓടിക്കാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അത്തരത്തിലുള്ള ട്രാക്കുകളും അത്തരത്തിലുള്ള വളരെ വലിയ വയഡക്റ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഈ പറയുന്ന വളരെ വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി നമുക്കൊരു മാഗ്ലെവ് ട്രെയിനുകൾ ഉപയോഗിക്കാം, തെറ്റൊന്നുമില്ല. നമ്മൾ പുതിയൊരു ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നതിൽ ആർക്കും വിരോധമൊന്നുമില്ല. പക്ഷേ ഇത് വയബിൾ ആയിരിക്കുമോ, ഇത് നമ്മളുടെ ആവശ്യമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈലോൺ മസ്കിന് ഒരു പുതിയ ഐഡിയ തോന്നുന്നത്. ഈലോൺ മസ്ക് 2012 ഒരു കോൺഫറൻസിൽ പറഞ്ഞ ഒരു കാര്യം, അദ്ദേഹത്തിന് ഇപ്പം നിലവിലുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ സംവിധാനത്തോടും വലിയ താല്പര്യമില്ല. ട്രെയിനാണെങ്കിലും കാറാണെങ്കിലും എയർപ്ലെയിൻ ആണെങ്കിലും ഒക്കെ സ്ലോ ആണെന്നാണ് മസ്ക് പറയുന്നത്. അതുപോലെ തന്നെ വാട്ടർ ട്രാൻസ്പോർട്ടിനെ പറ്റി ആലോചിക്കാൻ പോലും പുള്ളിക്ക് വയ്യ, അത് അതിനേക്കാൾ സ്ലോ ആണല്ലോ. അപ്പോഴാണ് 5th മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എന്നുള്ള കൺസെപ്റ്റ് വെച്ചിട്ട് അദ്ദേഹം ഹൈപ്പർ ലൂപ്പ് പറയുന്നത്. ഹൈപ്പർ ലൂപ്പ് എന്ന് പറയുന്ന ട്രാൻസ്പോർട്ടേഷൻ സംവിധാനം മസ്ക് ആദ്യമായിട്ട് കണ്ടുപിടിച്ച കാര്യമൊന്നുമല്ല. വാക്വം ട്രെയിൻ എന്ന ഒരു കൺസെപ്റ്റ് ഡിസൈൻ പണ്ട് മുതലേ ആൾക്കാർ സംസാരിക്കാറുണ്ട്. ഒരു ട്യൂബ് ക്രിയേറ്റ് ചെയ്ത്, ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് 2 വലിയ റെസിസ്റ്റൻസ് ആണ് ഉള്ളത് ട്രെയിൻ മൂവ് ചെയ്യുമ്പോൾ. അതിലൊന്ന് വിൻഡാണ്, മറ്റേത് വീൽസ് ആണ്. വീൽസ് നമ്മൾ മാഗ്ലെവ് ട്രെയിനിൽ റിമൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനിയുള്ളത് റിമൂവ് ചെയ്യാനുള്ളത് വിൻഡാണ്. സോ നമ്മളൊരു ട്യൂബ് ഡിസൈൻ ചെയ്യുക. ഈ ട്യൂബിനകത്തുനിന്ന് എയർ മുഴുവൻ സക്ക് ചെയ്ത് ഒഴിവാക്കി വാക്വം ക്രിയേറ്റ് ചെയ്യുക. 100% വാക്വം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ട്യൂബിനകത്ത് ഇഷ്ടംപോലെ പോഡ്സുകൾ, ചെറിയ ചെറിയ കാറുകൾ, ചെറിയ പോഡ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് അത് മാഗ്നറ്റിക് സസ്പെൻഷൻ ഉപയോഗിച്ചുകൊണ്ട് സസ്പെൻഡ് ചെയ്ത് നിർത്തി, ഫ്ലോട്ട് ചെയ്യിപ്പിച്ച് നിർത്തി, ലീനിയർ ഇൻഡക്ഷൻ മോട്ടോർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മൂവ് ചെയ്യിക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് വളരെ വലിയ ഹൈ സ്പീഡ്, സൂപ്പർ സോണിക് സ്പീഡിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ട്യൂബിലെ വാക്വം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ വലിയൊരു പ്രോസസ്സാണ്. അതുപോലെ തന്നെ ഈ മാഗ്നറ്റിക് ലെവിറ്റേഷൻ വർക്ക് ചെയ്യിപ്പിക്കുക ഒക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. സോ ഇതൊരു പ്രാക്ടിക്കൽ സൊല്യൂഷൻ ആണോ എന്ന കാര്യത്തിൽ അന്ന് മുതലേ സയൻറ്റിസ്റ്റുകൾക്ക് സംശയം ഉണ്ടായിരുന്നു. മസ്ക് ചെയ്ത കാര്യം വാക്വം കൺസെപ്റ്റ് ഓക്കെ അല്ല എന്ന് അദ്ദേഹത്തിന് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ 100% വാക്വം വേണമെന്നില്ല. പകരം അന്തരീക്ഷ മർദ്ദത്തിൻ്റെ 1000-1 നമ്മൾ ഈ ട്യൂബിനകത്തുള്ള വാതകം ഒഴിവാക്കി കൊടുക്കുക. അന്തരീക്ഷ മർദ്ദത്തിൻ്റെ 1000-1 കുറയ്ക്കുക. എയർ റെസിസ്റ്റൻസ് അപ്പോൾ 1000-1 കുറയും എന്നുള്ള കൺസെപ്റ്റാണ് അദ്ദേഹം കൊണ്ടുവന്നത്. എയർ മോളിക്യൂൾസിൻ്റെ അളവ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എയർ റെസിസ്റ്റൻസ് കുറയുമല്ലോ. അപ്പോൾ ആ രീതിയിലാണ് ഹൈപ്പർ ലൂപ്പ് ഡിസൈൻ ചെയ്തത്. പിന്നെ മാഗ്നറ്റിക് സസ്പെൻഷൻ ഒഴിവാക്കിയിട്ട് എയർ സസ്പെൻഷൻ ആണ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ മസ്കിൻ്റെ ഹൈപ്പർ ലൂപ്പിൽ 3 പാർട്ട് ഉണ്ട്. ഒന്ന് അതിൻ്റെ ക്യാപ്സ്യൂളാണ്, പിന്നെ അതിൻ്റെ ട്യൂബ്, പിന്നെ അതിൻ്റെ ഒരു പ്രൊപ്പൽഷൻ എങ്ങനെയാണെന്നുള്ളത്. ഇത് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് നമ്മൾ ആൾക്കാർ ഇരിക്കുന്ന പാസഞ്ചർ കാറുകളാണ്. ഇത് ഏതാണ്ട് 28 പേർക്ക് ഇരിക്കാൻ കഴിയും. ഒരു ട്യൂബിനകത്ത് ഇൻ്റർവെൽ ഓഫ് 2 മിനിറ്റ്സ്, 2 മിനിറ്റ് കൂടുമ്പോൾ ഈ ക്യാപ്സ്യൂൾ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ പുതിയ ക്യാപ്സ്യൂളിലേക്ക് നമുക്ക് കയറിയിരിക്കാൻ പറ്റും. അപ്പോൾ ഈ 2 ക്യാപ്സ്യൂൾ തമ്മിലുള്ള ദൂരം എപ്പോഴും ഒരു 37-38 കിലോമീറ്ററുകളായിരിക്കും. ഇത് എയർ സസ്പെൻഷനിൽ നിൽക്കുകയാണ്, കംപ്രസ്ഡ് എയർ ഉപയോഗിച്ച് സസ്പെൻഡ് ചെയ്ത് നിൽക്കുകയാണ്. ഇതൊരു ട്യൂബിനകത്തൂടാണ് സഞ്ചരിക്കുന്നത്. ട്യൂബ് ഫുള്ളായിട്ട് സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഈ ഒരു 30 മീറ്റർ ഇടവിട്ട് വലിയ തൂണുകൾ സ്ഥാപിച്ച് ആ തൂണുകൾക്ക് മുകളിലാണ് ഈ ഒരു ട്യൂബ് ഫിറ്റ് ചെയ്യുന്നത്. ഏതാണ്ട് ഒരു 6 മീറ്റർ ഹൈറ്റിലാണ് ട്യൂബ് ഫിറ്റ് ചെയ്യുക. ട്യൂബിന് മുകളിൽ മസ്കിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സോളാർ പാനലുകൾ ഈ മുഴുവൻ ട്യൂബിന് മുകളിലും നിരത്തി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ സോളാർ പാനൽ ഉപയോഗിച്ചുള്ള പവർ തന്നെ മതിയാവും ഈ ട്യൂബ് പ്ലസ് പ്രൊപ്പൽഷൻ പ്രവർത്തിപ്പിക്കാൻ എന്നാണ്. തിയറി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ട്യൂബിനകത്തെ റെസിസ്റ്റൻസ് ആദ്യം ഒഴിവാക്കണം. എയർ റെസിസ്റ്റൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരമാവധി എയർ അതിനകത്ത് നിന്ന് റെഡ്യൂസ് ചെയ്യും. അപ്പോൾ ഏതാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1000 മടങ്ങ് എയർ നമ്മൾ കുറയ്ക്കുകയാണ്. അപ്പോൾ 1000 മടങ്ങായിട്ട് നമുക്ക് ഡ്രാഗ് ഫോഴ്സ്, അതായത് പുറകോട്ട് വലിക്കുന്ന ഫോഴ്സ് ഒഴിവാക്കാൻ പറ്റും.
പിന്നെ വീൽസ് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഒഴിവാക്കിയല്ലോ. സോ വീൽ റെസിസ്റ്റൻസ് ഒഴിവാക്കാൻ പറ്റും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഏതാണ്ട് 1200-1300 km/h നമുക്ക് സ്പീഡ് കൂട്ടാൻ പറ്റുന്നതാണ് മസ്കിൻ്റെ ഒരു കണക്ക് കൂട്ടൽ. ഇങ്ങനെ ഇത്ര വർദ്ധിച്ച സ്പീഡിൽ പോകുന്ന സമയത്ത് മറ്റൊരു പ്രശ്നം ഇവിടെ ഉണ്ട്. കാൻഡ്രോവിറ്റ്സ് ലിമിറ്റ് എന്ന് പറയുന്ന ഒരു പ്രശ്നം ഇവിടെ വരാൻ തുടങ്ങും. അതായത് ഇത്ര വലിയ സ്പീഡിലൊക്കെ പോകുമ്പോൾ ആ ക്യാപ്സ്യൂൾ ഒരു സിറിഞ്ച് എഫക്റ്റ് ഉണ്ടാക്കും. നമ്മൾ വളരെ ഫോഴ്സ്ഫുള്ളി മുന്നോട്ട് പോകുമ്പോൾ എത്ര കുറഞ്ഞ എയർ ആണെങ്കിലും ഈ എയർ കംപ്രസ് ചെയ്യപ്പെടുകയും അതിന് മുമ്പിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള എയർ റിമൂവ് ചെയ്യാനുള്ള ഒരു ഐഡിയ അത് മസ്ക് കൊണ്ടുവന്ന ഐഡിയ ആണ്. വളരെ നല്ല ഇൻട്രസ്റ്റിംഗ് ഐഡിയ ആണ്. ഈ ക്യാപ്സ്യൂളിൻ്റെ മുമ്പിൽ ഒരു ഫാൻ ഫിറ്റ് ചെയ്തിട്ട് ഈ ഫാൻ ഒരു കംപ്രസറിലേക്ക് കൊടുത്ത് നമ്മൾ കംപ്രസ്ഡ് എയർ ആക്കി മാറ്റുകയാണ്. മുമ്പോട്ട് ഹയർ സ്പീഡിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഈ ഒരു പ്രഷർ അപ്പോൾ ഉണ്ടാവില്ല. പകരം അത് നമുക്ക് ഒരു എയർ റിസർവോയർ സ്റ്റോർ ചെയ്ത് അത് വെച്ചിട്ട് നമുക്ക് എയർ സസ്പെൻഷന് വേണ്ടിയിട്ടുള്ള ഒരു ഓക്സിലറി സപ്പോർട്ടീവ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി കഴിയുന്നുള്ളതാണ്. മസ്കിൻ്റെ ഈ ഒരു കാറിനകത്ത് കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രൊപ്പൽഷൻ കൊടുക്കുന്നില്ല. അതിൻ്റെ ആവശ്യമില്ല എന്നാണ് പുള്ളി പറയുന്നത്. 70 മൈൽ കൂടുമ്പോൾ ലീനിയർ ഇൻഡക്ഷൻ മോട്ടറുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അവിടെ എത്തുമ്പോൾ മാത്രം ഈ പറയുന്ന പോഡുകളൊന്ന് ആക്സിലറേറ്റ് ചെയ്യപ്പെടും. വീണ്ടും ഈ എയർ റെസിസ്റ്റൻസ് വളരെ കുറവായതുകൊണ്ട് തന്നെ ആ ആക്സിലറേഷനിൽ അടുത്ത ഇൻഡക്ഷൻ മോട്ടോർ പ്ലേസിൽ വരെ പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പ്രൊപ്പൽഷൻ കൊടുത്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് ഒക്കെ വളരെ കുറവായതുകൊണ്ട് ഓൾമോസ്റ്റ് നമ്മളൊരു വളരെ എനർജി എഫിഷ്യൻ്റ് ആയിട്ട് യാത്ര ചെയ്യാൻ കഴിയുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. പക്ഷേ ഇതൊരു ഓവർ എസ്റ്റിമേഷൻ ആയിട്ടാണ് പൊതുവെ ആൾക്കാരൊക്കെ കണക്ക് കൂട്ടുന്നത്. കാരണം 2013 മസ്ക് ഇതിൻ്റെ ഒരു വൈറ്റ് പേപ്പർ പ്രൊഡ്യൂസ് ചെയ്ത് ടെസ്ല പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ബേസിക് കാൽക്കുലേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. മെക്കാനിക്കൽ വിയർ ആൻഡ് ടയർ, അതിൻ്റെ ടെൻസൈൽ സ്ട്രെങ്ത്, അതുപോലെ ഈ പറയുന്ന പോർട്സ് ഡിസൈന്, അതുപോലെ ട്യൂബ് ഡിസൈൻ എങ്ങനെയായിരിക്കണം തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സുകളും ഏതാണ്ട് ഒരു ജനറൽ ഐഡിയ ഈ ഒരു വൈറ്റ് പേപ്പറിലുണ്ട്. മാത്രമല്ല അദ്ദേഹം ഈ ഒരു വൈറ്റ് പേപ്പറും ഇതിൻ്റെ മറ്റ് റിസോഴ്സുകളും ഓപ്പൺ സോഴ്സ് മാതൃകയിലാണ് പുറത്തിറക്കിയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിലും ഏത് സയൻറ്റിഫിക് റിസർച്ച് നടന്ന സ്ഥാപനങ്ങളിലും ഹൈപ്പർ ലൂപ്പുമായി ബന്ധപ്പെട്ട റിസർച്ചുകൾ നടത്താൻ പറ്റും. അതിനുള്ള ഡാറ്റയൊക്കെ പബ്ലിക്കലി അദ്ദേഹം അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അതൊരു നല്ല കാര്യം തന്നെയാണ്. അങ്ങനെയുള്ള ഡാറ്റ ഉപയോഗിച്ചുകൊണ്ടാണ്, അത്തരത്തിലുള്ള വൈറ്റ് പേപ്പറുകളിലുള്ള ഡാറ്റ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ ഇന്ത്യയിൽ ഇപ്പോൾ IIT മദ്രാസിലൊക്കെ ഒരു ബേസ് ഡിസൈൻ അവർ ചെയ്തിട്ടുള്ളത്. ഏതാണ്ട് 420 മീറ്ററോളം ലെങ്ത് ഉള്ള ഒരു ഹൈപ്പർ ലൂപ്പ് ട്രാക്ക് ഡിസൈൻ ചെയ്ത് അതിനകത്ത് ഏതൊക്കെ തരത്തിലാണ് മറ്റ് ഫാക്ടേഴ്സ്, മറ്റ് ഘടകങ്ങളൊക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഓരോ കാലാവസ്ഥയിൽ ഓരോ സിറ്റുവേഷനിലും ഈ പോഡുകൾ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്, എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് പിന്നീട് പഠിക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റിസർച്ച് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് ഒരുപാട് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാവുന്ന ഒരുപാട് പ്രശ്നങ്ങൾ വരാനുണ്ട്. അതിലൊന്ന് പവർ ഔട്ട്റേജ് ആണ്. പെട്ടെന്ന് പവർ ഫെയിലിയർ സംഭവിച്ചാൽ എന്ത് പറ്റും? അതുപോലെ ക്യാപ്സ്യൂളിൻ്റെ അകത്ത് നമ്മുടെ നോർമൽ അറ്റ്മോസ്ഫിയർ ആണുള്ളത്. പുറത്ത് ട്യൂബിൽ നമ്മൾ നോർമൽ അറ്റ്മോസ്ഫിയറിനേക്കാളും 1000 മടങ്ങ് കുറവാണ്. സോ ഓട്ടോമാറ്റിക്കലി ക്യാപ്സ്യൂൾ സഞ്ചരിക്കുന്ന ഒരു ബോംബായിട്ട് വേണം പറയാൻ. ഡീപ്രഷറൈസേഷൻ വന്നു കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ്സ് നമ്മൾ ട്യൂബിലുള്ള പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറുമായിട്ട് ഈക്വൽ ചെയ്യണം. ഇല്ലെങ്കിൽ അതിനകത്തുള്ള ആൾക്കാരൊക്കെ മരിച്ചു. അതെങ്ങനെ ചെയ്യാൻ പറ്റും? അതുപോലെ ഡീപ്രഷറൈസേഷൻ വരികയാണെങ്കിൽ മറ്റുള്ള ക്യാപ്സ്യൂളുകൾ ഇതിങ്ങനെ 1000 km/h സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അകത്ത്. അപ്പോൾ മറ്റുള്ള ക്യാപ്സ്യൂളുകൾ കൊളാപ്സ് ചെയ്യാൻ പാടില്ല. അത് സേഫായിട്ട് സ്റ്റോപ്പ് ചെയ്യണം. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വരാനുണ്ട്. ചിലപ്പോൾ ഈ ട്യൂബിൻ്റെ ഇൻറ്റഗ്രിറ്റി, സ്ട്രക്ചർ ഇൻറ്റഗ്രിറ്റി കൊളാപ്സ്ഡ് ആവുമോ, അതുപോലെ തെർമൽ എക്സ്പാൻഷൻസ് വരും. ഇത് സ്റ്റീൽ ട്യൂബ് ആയത് കാരണം തെർമൽ എക്സ്പാൻഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് എങ്ങനെ സോൾവ് ചെയ്യാം? അതിന് വേണ്ടിയിട്ട് നമ്മൾ വെർട്ടിക്കൽ ഡാമ്പേഴ്സും അതുപോലെ ഹൊറിസോണ്ടൽ ഡാമ്പേഴ്സൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വേണം ഈ എക്സ്പാൻഷൻ ഹാൻഡിൽ ചെയ്യാൻ. അതത്ര എളുപ്പമല്ല. അപ്പോൾ അത്തരത്തിലുള്ള പഠനങ്ങൾ ഒരുപാട് നടക്കുന്ന ഒരു മേഖലയാണ് ഈ ഹൈപ്പർ ലൂപ്പുമായി ബന്ധപ്പെട്ട ട്രാൻസ്പോർട്ടേഷൻ മാർഗം. അത് ഇപ്പം നിലവിൽ നമുക്ക് കേരളത്തിൽ എടുത്ത് പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഓക്കെ, കേരളത്തിലെ 11 സ്റ്റേഷനുകളും ലിങ്ക് ചെയ്തുകൊണ്ട് ഒരു ഹൈപ്പർ ലൂപ്പ് ഡിസൈൻ ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈൻ ഫേസിൽ തന്നെ നമ്മൾ ഓവർകം ചെയ്യേണ്ട ചാലഞ്ചസുകളൊന്നും നിലവിൽ ലോകത്തെവിടെയും ട്രെയിനിങ് ഡാറ്റയോ റിസർച്ച് ഡാറ്റയോ ഒന്നും ഇല്ലാത്തതാണ്. അപ്പോൾ അതൊക്കെ പിണറായി വിജയൻ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്തിലെ ആൾക്കാരൊക്കെ ഒന്ന് മനസ്സിലാക്കണം എന്നുള്ളൊരു അഭ്യർത്ഥനയുണ്ട്. നിലവിലുള്ള ഏറ്റവും പ്രൂവ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയാണ് സ്റ്റാൻഡേർഡ് ഗേജിലുള്ള ഈ പറഞ്ഞ ഹൈസ്പീഡ് റെയിൽവേ ട്രാക്കുകൾ, അതിൻ്റെ റോളിംഗ് സ്റ്റോക്കുകൾ. അത് യൂണിയൻ ഓഫ് ഇൻ്റർനാഷണൽ റെയിൽവേസിൻ്റെ സ്റ്റാൻഡേർഡ്സുകൾ അവൈലബിൾ ആണ്. ഒരുപാട് കമ്പനികൾ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മാർക്കറ്റ് പ്ലേസിൽ ടെൻഡറൊക്കെ വിളിച്ച് വളരെ ചുരുങ്ങിയ ചിലവിൽ നിർമ്മിക്കാനും ഉപയോഗിക്കാനും മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും. പ്രൂവ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ആയതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിലേക്കൊരു ഫോണോ മിക്സിയോ വാഷിംഗ് മെഷീനോ ഒക്കെ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ ഇതുവരെ കേൾക്കാത്തൊരു കമ്പനിയുടെ വാങ്ങിച്ച് അല്ലെങ്കിൽ ഒരു ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് അത് സോൾവ് ചെയ്യാൻ ശ്രമിക്കാറില്ലല്ലോ നമ്മുടെ ഒരു പേഴ്സണൽ പ്രോബ്ലം. ഒരു ഡിഷ് വാഷർ വാങ്ങിക്കുകയാണ്, നമുക്കറിയാത്തൊരു കമ്പനി മേടിച്ച് അതിൻ്റെ സർവീസ് സെൻറ്റർ ഉണ്ടാവില്ല, അതിനെ മെയിൻ്റനൻസ് ചെയ്യാൻ അറിയത്തില്ല, അത് ഉപയോഗിക്കാൻ അറിയത്തില്ല എന്നുള്ള സിറ്റുവേഷൻ വരുമ്പോൾ നമ്മളുടെ ഡെയിലി ലൈഫിനെ അത് ബാധിക്കും. അതുപോലെയാണ് നമ്മൾ ഈ കാണുന്ന മാഗ്ലെവ് ട്രെയിനുകളാണെങ്കിലും ഈ പറയുന്ന ഹൈപ്പർ ലൂപ്പ് ട്രെയിനുകളാണെങ്കിലൊക്കെ നമുക്ക് അത്തരത്തിലുള്ള റിസർച്ച് സ്റ്റേജിലാണ്. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. അതിൻ്റെ ഫീൽഡ് ഡാറ്റകൾ അവൈലബിൾ അല്ല. ഈവൻ
അത് ഉപയോഗിക്കുന്ന ഒരു ബ്രിഡ്ജിൻ്റെ സ്പെസിഫിക്കേഷൻസ് പോലും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടെന്ന് ഈ പറയുന്ന ശാസ്ത്ര സാഹിത്യ പരിഷത്തിലെ ആൾക്കാരൊക്കെ മനസ്സിലാക്കുന്നത് നല്ലതാണ്. കുറച്ചു കാലം മുന്നേ 2017 എൻ്റെ ഓർമ്മ, ഇന്ത്യയിൽ ടിൽറ്റിംഗ് ട്രെയിനുകൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്പീഡ് വർദ്ധിക്കുമോ, ജപ്പാനീസ് ടെക്നോളജി വേണ്ട, അത് വേറെ ടെക്നോളജിയാണ്, ടാൽഗോ ട്രെയിനുകൾ എന്ന് പറയും, TALGO. ടാൽഗോ ട്രെയിനുകൾ കൊണ്ടുവന്ന് നമ്മളിവിടെ ട്രയൽ റണ്ണിങ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് RDSOയുടെ നേതൃത്വത്തിൽ ഏതാണ്ട് 200 കിലോമീറ്ററോളം ട്രയൽ റണ്ണിങ് നടത്തി അതിൻ്റെ സ്പീഡ് വേരിയൻസ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഏതാണ്ട് ഒരു 10% മുതൽ 12% വരെ മാത്രമാണ് സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ കഴിഞ്ഞത്. സിൽവർ ലൈൻ്റെ ചർച്ച വന്ന സമയത്ത് ടിൽറ്റിംഗ് ട്രെയിനുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നിസ്സാരമായിട്ട് സ്പീഡ് കൂട്ടാവുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഈ ടാൽഗോ ട്രെയിനുകളാണ് അവർ ഉദ്ദേശിച്ചത്. പക്ഷേ അതിൻ്റെ ഫീൽഡ് ഡാറ്റ RDSO ഓൾറെഡി എടുത്തിട്ടുള്ളതാണ്. അതിൽ ഈ പറയുന്ന 10 മുതൽ 12% വരെ മാത്രമാണ് സ്പീഡ് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞത്. ടാൽഗോ ട്രെയിനുകളൊക്കെ ഒരു കംഫർട്ട് ഓഫർ ചെയ്യുന്ന ട്രെയിനുകളാണ്. അതായത് പുറത്ത് കർവുകളിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ചെരിവ്, സെൻട്രിപിറ്റൽ ഫോഴ്സ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ ഒഴിവാക്കാനാണ് നമ്മൾ വിമാനത്തിലിരിക്കുന്നത് പോലെ വളരെ കംഫർട്ടബിൾ ആയിട്ടിരിക്കാൻ പറ്റുന്ന ഒരു അഡീഷണൽ ഫെസിലിറ്റി ആയിട്ടാണ് ടിൽറ്റിംഗ് ട്രെയിനുകളൊക്കെ വിഭാവനം ചെയ്യപ്പെട്ടുള്ളത്. അല്ലാതെ അത് സ്പീഡ് കൂട്ടാൻ വേണ്ടി സോൾലി അതിൻ്റെ പർപ്പസ് അതല്ല. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നമ്മൾ ഒരു മിനിമം ട്രാൻസ്പോർട്ടേഷൻ മാധ്യമം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ജാർഗൺസ് ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഡൈല്യൂട്ട് ചെയ്ത് അതില്ലാതാക്കി കളയുന്ന ഒരു പ്രവണത കേരളത്തിലെങ്കിലും നമ്മൾ കാണുന്നുണ്ട്. അത് ആർക്കും നല്ലതല്ല എന്ന് മാത്രമേ പറയാനുള്ളൂ.